സാറേ സ്ഥലത്തിട്ടോ ഇറങ്ങണില്ലേ? അയ്യോ ചേഞ്ച് ഇല്ല സാറേ, ബാക്കി 70 തരണ്ടേ? അത് ശരിയല്ല സാർ, അത് ശരിയല്ല, അത് ശരിയല്ല സാറേ, ശരിയല്ല. എന്ത് ശരിയാവില്ല, താൻ ബാക്കി വെച്ചോ. സാറേ ശരിയാവില്ല സാർ, അത് ശരിയല്ല സാറേ. സാർ അത് ശരിയാവില്ല, അത് ശരിയാവില്ല. എന്താണ് പ്രശ്നം? ഇയാള് കാശ് കൂടുതൽ തരാണേ, എനിക്കത് വേണ്ട, അതന്നെ പ്രശ്നം. സാധാരണ കാശ് കൂടുതൽ വാങ്ങിച്ചു തന്നാ പ്രശ്നം, ഇതിപ്പം കൂടുതൽ തന്നാണോ പ്രശ്നം? നീ കിട്ടിയതും വാങ്ങിച്ചിട്ട് പോടോ. കാശിനില്ലാത്തൊരു മനുഷ്യൻ. ആ പറഞ്ഞാണ് കറക്റ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്. പോയിക്കോ. താങ്ക് യു. എന്താ ലിയോ ഇത്? ഒന്നുമില്ല, ഇച്ചിരി കൂടുതൽ കഴിച്ചു പോയി, തനിച്ചൊന്നാ കഴിച്ച്. എത്രമാത്രം സിൻസിയറായിട്ടാണ് ഞാൻ ഓരോരുത്തർ ബിഹേവ് ചെയ്യണത്. എന്നിട്ടും കൊള്ളരുതാത്തവനാ സർട്ടിഫിക്കറ്റ്. നിനക്കങ്ങനെ തോന്നണ്ട. എന്നാൽ ഒരുത്തൻ അങ്ങനെ പറഞ്ഞ് അത് ഞാൻ സഹിച്ചു. പക്ഷെ ഈ തന്തയില്ലാത്തവന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടുക്കാൻ പറ്റിയില്ല. ഒരൊറ്റ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ആർക്ക്? മൈ സുപ്പീരിയർ മാനേജർ. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. ഉണ്ടാതിരിക്കാൻ ഞാനിങ്ങനെ ഇറങ്ങി പോന്നു. നീ എന്തൊക്കെ പറയുന്നേ? യെസ്, ഐ ക്വിറ്റ് മൈ ജോബ്. വയ്യ, അവന്റെ ഒടുക്കത്തെ ടാർഗറ്റ് ഒന്നും കിട്ടാം. എന്നെ കൊണ്ട് പറ്റില്ല. വിചാവട്ടെ. നീ ടെൻഷൻ ആവാതിരിക്കേ. ലിയോയുടെ ആംഗിളിൽ അതായിരിക്കും ശരി. എന്നാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷനെങ്കിലും അവൻ ആലോചിക്കണ്ടേ? ഇത്രയും കാലം എന്നെ ഗുണദോഷിച്ചോണ്ടിരുന്ന ആളാ. അവന്റെ ഏണിങ്സ് തന്നെ ഞങ്ങളുടെ മെയിൻ സപ്പോർട്ട്. അതവന് നന്നായിട്ട് അറിയും ചെയ്യും. എന്നിട്ടും സാരല്ല, മറ്റെവിടെയെങ്കിലും ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ, നീ ടെൻഷൻ ആവാതെ. എത്തിയോ? ഞാനിപ്പോ വരാം. ബിബി എത്തി, പോവാം. ബിബി, അഭിരാമി. ഹായ്. നീ കയറുന്നില്ലേ? ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഓട്ടോ പിടിച്ചോ. ഓക്കെ. പുതിയ കാറ് വാങ്ങിച്ച വകയിൽ ഒരിത്തിരി പർച്ചേസിങ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? പറ. എന്തായി, വല്ലതും നടക്കുമോ? അത് പിന്നെ ലിയോ, പെട്ടെന്ന് ഇങ്ങനെ 20 lakhs എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയ എമൗണ്ട് അല്ലെന്ന് എനിക്കറിയാലോ.
പിന്നെ എത്ര പറ്റും? ലിയോ സത്യം പറയാലോ, കാശുള്ളത് സിന്ധുവിൻ്റെ അക്കൗണ്ടിലാണ്. അതിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ അവൾ സമ്മതിക്കില്ല. ഹരി, ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ഒരാളോടും ചോദിക്കാൻ ബാക്കിയില്ല. അറിയാം, പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പെങ്കോന്തൻ. അപ്പൊ ഇതായിരുന്നല്ലേ ജോലി? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? നിനക്ക് എൻ്റെ ടെൻഷൻ അറിയില്ല. This is bad habit, Daddy. സോറി മോള് പറഞ്ഞത് കേട്ടല്ലോ. അഭി, പ്ലീസ്. മോള് ചെന്ന് ഡ്രസ്സ് മാറ. ഇത് ഇന്ന് വന്നതാണോ? 35 lakhs 15 days. ലോയർ നോട്ടീസാ. നീ അതിൻ്റെ അർത്ഥം പഠിപ്പിക്കുകയാണോ? ഓൾറെഡി ഞാനത് വായിച്ചല്ലോ. നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ, അപ്പോഴും ഞാൻ പറഞ്ഞതാ ആ കാശങ്ങ് തിരിച്ചു വാങ്ങാൻ. ഇപ്പെന്തായി? അഭി, നീ ശവത്തെ കുത്തരുത്. പിന്നെ ഞാൻ എന്ത് പറയണം? ഈ സിറ്റുവേഷൻസ് ഒക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. അതിനിടയ്ക്കുള്ള ജോലിയും കളഞ്ഞു. പ്രോപ്പർട്ടിക്ക് വേണ്ടി കൊടുത്ത കാശിന് തിരിച്ചു കിട്ടില്ലെന്ന്. അതിനു വേണ്ടി ഒരു നോട്ടീസും വിട്ടിരിക്കുന്നു. ഒരു തരം ബ്ലെയിമിങ്. ഓട്ടടി, ഞാൻ ചെയ്ത കാശല്ലേ, എനിക്ക് വിഷമമില്ലല്ലോ. എനിക്ക് വിഷമമുണ്ട്. വിഷമമുണ്ടെങ്കിൽ പോയി തൂങ്ങി ചാവടി. കുടിച്ചത് സാറേ ബില്ലെടുക്കട്ടെ? ആയിട്ടില്ല, പറയാം. ഓ ശരി. പറ. എവിടെയാ? എന്തിനാ? നീ വരുന്നില്ലേ? എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. ഓ, അപ്പൊ ഞാനാ നിന്റെ സ്വസ്ഥത കളയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അഭി, പ്ലീസ് ലീവ് മീ അലോൺ. നീ പിന്നെയും വെള്ളടിക്കാണോ? വെള്ളമല്ലടി, മദ്യം. അല്പം മദ്യം ബോധത്തെ ഉണർത്തുവെന്ന് എൻ്റെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ മദ്യം. എന്നോടുള്ള വാശി. ഞാൻ നിന്നെ കാണുന്നതിന് മുമ്പ് അടിക്കണല്ലടി. ലിയോ, ഇത് നല്ലതിനല്ല. അത് കുപ്പിയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ആ, അത് വിട്. വക്കീൽ നോട്ടീസ് വന്ന കാര്യത്തില് നീ എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, അത് പോട്ടടി. ഇന്ന് നിനക്ക് പറയാൻ എളുപ്പാ. നമുക്കൊരു മോളാ. എടീ, ഞാൻ ചീരങ്കണ്ടത്തിൽ തരിയന്റെ മോനാ. ആ മോൻ കഷ്ടപ്പെടുന്നത് കാണാൻ അപ്പച്ചന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. വേണ്ടി വന്ന് എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് തന്നെ ഞാൻ ചെന്ന് ചോദിക്കും. ഇനി അതൊരു മാർഗ്ഗമേ കാണുന്നുള്ളൂ. വേണ്ട. എന്നെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ നിന്റെ പടി അടച്ച് പിണ്ടം വെച്ചവരുടെ കാശ് നമുക്ക് വേണ്ട. പിന്നെ ഞാനെന്ത് ചെയ്യണോ ബി? നീ വീണ്ടും വീണ്ടും എന്നെ വിളിച്ച് ടെൻഷൻ അടിപ്പിക്കല്ലേ. ഞാനാകെ പെട്ടിരിക്കുക. ഇപ്പൊ എന്റെ മുന്നിലൊന്നും തെളിഞ്ഞു വന്നില്ല. ഇപ്പൊ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. I am totally confused, Abhi.